ഹായ് കൂട്ടുകാരെ, ഷൈലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ബീഫ് പിരളൻ, അതായത് ഇറച്ചിപ്പിരളൻ. അതിനായിട്ട് 1/2 കിലോ ബീഫ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കുക്കറിനകത്തിട്ട് വേവിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ കുക്കറിനകത്തേക്ക് ബീഫ് നല്ലതുപോലെ കഴുകി വാരി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് നമ്മളൊന്ന് നല്ലതുപോലെ പുരട്ടി വെച്ചിട്ടുണ്ട്. നമ്മളിതിൻ്റെ കൂടെ ഇപ്പോൾ പച്ചമുളകും ഇഞ്ചിയൊന്നും ചേർക്കുന്നില്ല. നമുക്ക് പിരളൻ വെക്കാനാണല്ലോ, അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഐറ്റംസൊക്കെ നമുക്കൊന്ന് അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഇവിടെ ഇരുന്നൊന്ന് വേവട്ടെ. ബീഫ് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അരപ്പിലേക്ക് ആവശ്യമുള്ള 2 സവാള ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ 3 തണ്ട് കറിവേപ്പില, പിന്നെ 6 അല്ലി വെളുത്തുള്ളി, ഒരു 4 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇതെല്ലാം കൂടി ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് മെയിനായിട്ട് നമുക്ക് വേണ്ടത് അരമുറി തേങ്ങ നല്ലതുപോലെ ഒന്ന് തരിതരിപ്പായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. നല്ലതായിട്ട് അരയണമെന്നില്ല, ഒരു തരിതരിപ്പ് പോലെ അരച്ചാൽ മതി. പിന്നെ 1.5 ടീസ്പൂൺ കറി മസാല പൗഡർ, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. ഇറച്ചിപ്പിരളൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ കുറച്ച് 1 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ലതുപോലെ പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ സവാള ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇവയുടെ പേസ്റ്റ് ഇട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൂട്ടിയെടുക്കാം. അങ്ങനെ നമ്മൾ ഇട്ട് കൊടുത്ത ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളി അതും കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ നമ്മളിട്ട തക്കാളിയും നല്ലതുപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കറി മസാല പൗഡർ എല്ലാം ഒന്ന് നനച്ച് വെച്ചിട്ടുണ്ട്. അതൊന്ന് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൂട്ടിയെടുക്കാം. അങ്ങനെ നമ്മുടെ മസാലക്കൂട്ടെല്ലാം നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ഇറച്ചിപ്പിരളൻ്റെ മെയിൻ സംഭവമായ നമ്മുടെ തേങ്ങ അരച്ചത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൂട്ടിയിട്ട് ഒന്ന് അരപ്പൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മളിപ്പോൾ തേങ്ങ തരിതരിപ്പായിട്ട് അരച്ചതൊക്കെ ഇട്ടല്ലോ, ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് കണ്ടോ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഒഴിച്ചു എല്ലാം കേട്ടോ. അങ്ങനെ എല്ലാം കൂടെ നല്ലതുപോലെ ഇളക്കി കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അല്പം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, ഉപ്പും കൂടെ ഇട്ട് നമുക്ക് നല്ലതുപോലെ ഒരു
ഒരു 2 മിനിറ്റ് ഇനി ഒന്ന് അടച്ച് വെച്ച് അതിൻ്റെ എണ്ണ തെളിയുമ്പോൾ ഈ ഇറച്ചിപ്പിരളൻ അങ്ങനെ അടിപൊളിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉണ്ടല്ലോ നമുക്ക് എൻ്റെ കൂട്ടുകാർ ഇതുണ്ട് ഇതിൻ്റെ ഗ്രേവി മാത്രം മതി. നമുക്കൊരു 2 പ്ലേറ്റ് ചോറ് തിന്നാം. 2 പ്ലേറ്റ് വേണമെങ്കിൽ തിന്നാൻ ആവശ്യമുണ്ടെങ്കിൽ തിന്നാൽ കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ചോറിനാൻ പറ്റിയൊരു കറിയാണത്. ഇത് മാത്രമല്ല, ഇത് നമുക്ക് ചപ്പാത്തിയൊക്കെ കൂട്ടി ഇങ്ങനെ അങ്ങോട്ട് ഒരു പീസ് എടുത്ത് അങ്ങോട്ട് കുഴച്ചങ്ങ് അടിക്കാണ്ടല്ല. പൊറോട്ടയും എന്ത് വേണേൽ അടിക്കാം. നല്ല കിടുക്ക് സാധനമായിരിക്കും. 1/2 കിലോ ബീഫേ ഉള്ളൂ. പക്ഷേ ഉണ്ടല്ലോ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ തേങ്ങ ഒക്കെ അരച്ചതെല്ലാം കൂടി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് 1 കിലോയോളം പോലെ തോന്നി. അത് ഇതിന്റെ ഗ്രേവിയാണ്. ഈ ഇറച്ചിക്കല്ല ഇതിന്റെ ടേസ്റ്റ്, ഇതിന്റെ ഗ്രേവിക്കാണ് ഇതിന്റെ ടേസ്റ്റ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെ ഒക്കെ ഒന്ന് വീട്ടിലൊക്കെ ഉണ്ടാക്കി നോക്കുക. ഞായറാഴ്ചകളിലൊക്കെ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക. ഞായറാഴ്ച സാധാരണ വീടുകളിലൊക്കെ ഇറച്ചി ആയിരിക്കുള്ളൂ. എന്തായാലും നമുക്ക് ഞായറാഴ്ചകളിലൊക്കെ ഒരു അവധി കിട്ടുമ്പോൾ നമുക്ക് ഇതുപോലെയൊക്കെ ഇറച്ചിയൊക്കെ മേടിച്ച് ഇറച്ചി പിറവനൊക്കെ ഉണ്ടാക്കി അങ്ങനെ നോക്കിയാണ്ടല്ലോ അടിപൊളി. അടച്ചു വെക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഓഫ് ചെയ്യാം. കണ്ടോ, എണ്ണയൊക്കെ എല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഇറച്ചിപ്പിരളൻ റെഡിയായിരിക്കുകയാണ്. അപ്പോൾ പറ്റാവുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്യണേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.